വിര എന്നുള്ളത് പ്രധാനമായും ഒരു സാധാരണയായി കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് വിര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് അത് 2 വയസ്സ് മുതൽ 19 വയസ്സ് വരെ അങ്ങനെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് പ്രധാനമായും കണ്ടുവരുന്നത്. വിര കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ആരോഗ്യ പ്രശ്നങ്ങൾ ചില അവസരങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്നേരം അതുകൊണ്ട് നമ്മളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ചികിത്സ എടുക്കേണ്ട ഒരു കണ്ടീഷനാണ്. പ്രധാനമായും നമ്മുടെ ശരീരത്തിലേക്ക് അഫക്ട് ചെയ്യുന്ന വേംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പിൻവേം എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ റൗണ്ട് വേം എന്ന് പറയും, അസ്കാരിസ് റൗണ്ട് വേം, അതാണ് പിന്നെ വരുന്നത്. വേം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്ട്രോഞ്ചലോയിഡ്സ്. ഈ ഒരു 4 തരത്തിലുള്ള പുഴുക്കളാണ് വേംസ് ആണ് പ്രധാനമായും നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ട് ചെയ്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത. പിൻവേം പല തരത്തിലുള്ള വരകൾക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിൻവേം എന്ന് പറയുന്നത് പ്രധാനമായും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം രാത്രികാലങ്ങളിൽ മലദ്വാരത്തിന്റെ അവിടെയുള്ള ചൊറിച്ചിലായിരിക്കും. അതായിരിക്കാം കോമൺ ആയിട്ടുള്ള സിംറ്റം. അതിനോടൊപ്പം തന്നെ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ, ഇടയ്ക്കിടെ വരുന്ന വയറുവേദന, വിളർച്ച, പോഷകാഹാരക്കുറവ്, അങ്ങനെ അനുബന്ധിച്ച് പല പല പ്രയാസങ്ങളും ഉണ്ടാകാം. ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താതെയുള്ള കരച്ചിൽ പോലെയാണെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി രണ്ടാമത്തെ ഇനം ഒരു വേം, റൗണ്ട് വേം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിനുള്ളില് ഒത്തിരി എണ്ണം പെറ്റുപെരുകി അതെല്ലാം കൂടി അത് നമ്മുടെ വയറ്റിനുള്ളിൽ ഒരു ബ്ലോക്ക് പോലെ ഉണ്ടായതിനു ശേഷം ഛർദില്, മലബന്ധം, അങ്ങനത്തെ പ്രയാസങ്ങളും വരാം. പിന്നെ ഒരു വേമാണ് ഹൂക്ക് വേം എന്ന് പറയുന്നത്. ഈ വേം മെയിൻലി നമ്മളുടെ ശരീരത്തിൽ കയറിയതിനു ശേഷം കുടലിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് ചെറിയ ചെറിയ ബ്ലീഡിങ്ങും ഉണ്ടായി കുറെ നാൾ അങ്ങനെ ബ്ലീഡിങ് നിന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് വിളർച്ച, ക്ഷീണം തുടങ്ങിയ പ്രയാസവും വരാം. പിൻവേം എന്ന് പറയുന്നത് കൂടുതലായും ഇപ്പൊ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായി ഉണ്ടാകുന്ന പ്രശ്നം മലദ്വാരത്തിന് ചുറ്റുമുള്ള ചൊറിച്ചിലാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ചൊറിയുന്ന അവസരങ്ങളിൽ ഇതിന്റെ മുട്ട നമ്മളുടെ കൈയുടെ നഖത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കും. അതിനുശേഷം നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം ചെയ്യുമ്പോഴൊക്കെയും ഈ എഗ്സ് നമ്മളുടെ വായ്ക്കുള്ളിലൂടെ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. പിന്നെയുള്ളത് നമ്മൾ ശരിയായ രീതിയിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് നല്ല കഴുകാതെയാണ് പാചകം ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ, അല്ല നമ്മൾ മീറ്റ് ഒക്കെ എടുക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിൽ ആ രീതിക്കും ശരീരത്തിലേക്ക് പ്രവേശിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾ നമുക്കറിയാം മണ്ണിൽ പാദരക്ഷകളൊന്നും ഇല്ലാതെ കളിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ മണ്ണ് വാരി കളിക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. ഈ അവസരത്തിൽ മണ്ണിൽ നിന്നും കുഞ്ഞുങ്ങളുടെ കയ്യിലിടയ്ക്ക് ഇതിന്റെ വേംസിന്റെ മുട്ടകളൊക്കെ കയറി കഴിഞ്ഞിട്ട് ശരീരത്തിനുള്ളിലേക്ക് വരാം. അതുപോലെ ചെരുപ്പില്ലാതെ പാദരക്ഷകൾ ഇല്ലാതെ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മളുടെ തൊലി പിയേഴ്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിൽ കയറി വരുന്ന വേംസും ഉണ്ട്. ഈ 2 വഴിയാണ് പ്രധാനമായും ഈ വേംസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. പ്രധാനമായും നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് ആൽബൻഡസോൾ എന്ന് പറയുന്നത്. കൊടുക്കുന്ന പ്രക്രിയയെ നമ്മൾ ഡീവേമിംഗ് എന്നും പറയും. ആൽബൻഡസോൾ എന്ന മരുന്ന് നമ്മൾ പിൻവേം എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു ഡോസ് കൊടുക്കുന്നു, 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പ്രധാനമായും മരുന്ന് കൊടുക്കുന്നത് 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ ഡീവേമിംഗ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് 200 മില്ലിഗ്രാം. സിറപ്പായിട്ട് കിട്ടുന്നത് നമുക്ക് ഒരു 10 ml ബോട്ടിലാണ്, അതിന്റെ 5 ml. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിലോ 400 മില്ലിഗ്രാം ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസം രാത്രിയാണ് നമ്മൾ ഇത് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് ഒരിക്കൽ കൂടി കൊടുക്കാൻ നിർദ്ദേശിക്കും. പിന്നെ ചില അവസരങ്ങളിൽ ചില കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുത്തിട്ടും ഈ കൃമിയുടെ ശല്യം അല്ലെങ്കിൽ വിരയുടെ ശല്യം മാറാതെ നിൽക്കുന്നു എന്ന കംപ്ലൈന്റ് വരാം. ആ അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് വീണ്ടും എടുക്കേണ്ടി വന്നേക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്ന് കഴിച്ചിട്ടും റെസ്പോൺസ് ഇല്ലെങ്കിൽ, കൃത്യമായി ഇത് മാറുന്നില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് വേറെ മരുന്നുകളും ട്രൈ ചെയ്യേണ്ടി വരാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രായത്തിനനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ ഡോസ് വരുന്നത്. അതായത് 1 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് 200 മില്ലിഗ്രാമും 2 വയസ്സിന് മുകളിൽ എല്ലാ പ്രായക്കാർക്കും 400 മില്ലിഗ്രാം എന്ന അളവിലാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്.
മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. ഡീവാമിംഗ് ഇത് നമ്മൾ ചികിത്സയായിട്ട് ചെയ്യുന്നതാണ്. വിരയുണ്ടെങ്കിൽ അതിന്റെ ചികിത്സയായിട്ട് ചെയ്യുന്നതാണ്. ഇതല്ലാതെ തന്നെ വരാതിരിക്കാൻ വേണ്ടി തന്നെ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡീവാമിങ്ങിന്റെ ടാബ്ലറ്റ് എടുക്കാനും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും നമ്മൾ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം ഇതൊക്കെ പാലിക്കുന്നതോടൊപ്പം ഈ വിരകളുടെ അണുബാധ നമുക്ക് തടയാനും. വ്യക്തി ശുചിത്വം പ്രധാനമായും നമ്മൾ നഖങ്ങൾ വൃത്തിയാക്കി വെക്കുക, വെട്ടി ചെറുതാക്കി വെക്കുക, കൈ ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം വൃത്തിയായി സോപ്പിട്ട് കഴുകുക. അതോടൊപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ മണ്ണിൽ കളിച്ച് വരുന്നതിന് ശേഷം ഒക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകുക. അക്കാര്യങ്ങൾ വേണം വ്യക്തി ശുചിത്വത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പച്ചക്കറികൾ ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പാചകം ചെയ്യാൻ എടുക്കുക. മാംസവസ്തുക്കൾ നന്നായി കുക്ക് ചെയ്യുക എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ടോയ്ലറ്റ് സീറ്റ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയായി ഡെയിലി പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ശുചിത്വത്തിന്റെ ഭാഗമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കുന്നതിലും നമ്മൾ വരയുടെ പ്രയാസമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അണ്ടർ ഗാർമെന്റ്സിലാണെങ്കിലും ഈ കൃമി ഇരിക്കും. അപ്പൊ അത് നല്ല സെപ്പറേറ്റ് ആയിട്ട് ചൂടുവെള്ളത്തിൽ കഴുകുക, ഇടയ്ക്കിടെ മാറ്റുക, ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം. വരയുടെ മരുന്ന് കൂടുതലായും ഫാർമസിയിൽ നിന്ന് ഓവർ ദ കൗണ്ടർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മരുന്നാണ്. ആ മരുന്ന് എടുത്തതിന് ശേഷം നമുക്ക് പ്രയാസം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു മരുന്ന് എടുത്തതിന് ശേഷം വീണ്ടും ബുദ്ധിമുട്ട് വരുന്നു. കുഞ്ഞിന്റെ സാധാരണയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലാതെ ഛർദില്, വയറ്റിൽ നിന്നും ബ്ലഡ് പോകുന്നു, മലബന്ധം, അങ്ങനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള പ്രയാസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ചികിത്സ തേടണം.